ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ഒക്ടോബർ 17 വ്യാഴാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. കൂടാതെ മറ്റ് പല പ്രത്യേകതകളുണ്ട്. കാരണം മാർക്കറ്റ് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് ബെയറിഷ് ആകണോ ബുള്ളിഷ് ആകണോ എന്നൊക്കെ തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്ന്. നിഫ്റ്റി അതിൻ്റെ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനി ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡ് ആയിരിക്കുമോ എന്നുള്ളതാണ് അടുത്തൊരു സംശയം. 24,900 ആണ് ഒരു ക്രൂഷ്യൽ സപ്പോർട്ട്. മുകളിലോട്ട് മാർക്കറ്റ് കയറി വരണമെങ്കിൽ, അതായത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു ട്രെൻഡ് ലൈൻ എവിടെയുണ്ട്, ആ ട്രെൻഡ് ലൈൻ ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് പോയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് തിരിച്ച് ഈ ട്രെൻഡ് ലൈനിലെ മുകളിലോട്ട് തന്നെ കയറി വരണം. അതായത് 25,000 എന്ന ഒരു സപ്പോർട്ടിനെ അത് റെസ്പെക്റ്റ് ചെയ്യണം. അതിൻ്റെ 25,000 മുകളിലേക്ക് കയറി വരണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നോക്കാം, നമുക്ക് എന്തായാലും ഇവിടെ മറ്റൊരു ഈ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞത്. 25,234 ഈ ഒരു സ്വിങ്ങിൻ്റെ ഹൈ വന്നിരിക്കുന്നത്. അതുപോലെ 24,694 ഇതിൻ്റെ ലോയും വന്നിരിക്കുന്നത്. ഇതിൽ രണ്ടിലേതാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ ഭാഗത്തോട്ടായിരിക്കും മാർക്കറ്റ് ഇനി പോവുക. ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഞാൻ കാണുന്നത് മുകളിലോട്ടുള്ള ഒരു ബ്രേക്കിങ്ങിനാണ്. സോ അവിടെ നിന്ന് അങ്ങോട്ട് മാർക്കറ്റ് റിക്കവറായി തിരിച്ച് കയറി 26,290 വരെ കയറിപ്പോയ മാർക്കറ്റാണ്. അവിടെ നിന്ന് 25,750 ഏകദേശം ആ റേഞ്ചിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഏകദേശം 1,500 പോയിൻറ്റിൻ്റെ ഒരു ഫോളാണ് ഈ ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. ദെൻ ഇത് 25,234 അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറണം. വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സോ ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് 25,000 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആകും. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു വിധത്തിലും 25,000 പൊട്ടാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ബജാജ് ഓട്ടോൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 9% വർധനവാണ് ബജാജ് ഓട്ടോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ അത്യാവശ്യം മൂവ്മെൻ്റ് അത് കാണിച്ചിരുന്നു. L&T ടെക്കിൻ്റെ പ്രോഫിറ്റ് 2% വർധനവാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻട്രാഡേ ചെയ്യുന്നവർക്കാണെങ്കിൽ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ ബജാജ് ഓട്ടോ, L&T ടെക്നോളജി, റെയിൽ വികാസ്, RVNL, ദെൻ ബിക്കാജി ഫുഡ്സ്, ഒറിയാന പവർ, പോണ്ടി ഓക്സൈഡ്, ഇത്രയും കമ്പനികളാണ് ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം ഇൻട്രാഡേ ചെയ്യുന്നവർ അത് നോട്ട് ചെയ്തോളുക. സ്വർണത്തിൻ്റെ വില, ഗോൾഡ് റേറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. $2,680 വർദ്ധിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താ പറയുക, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇടിവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് സ്വർണത്തിൻ്റെ വില കൂടുക എന്നുള്ളത്. ക്രൂഡിനും ചെറുതായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്, $71 ആയിട്ടുണ്ട്. USD INR റേറ്റ് 3 പൈസയുടെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നു. ഇന്നലെ 84 രൂപ 2 പൈസയായിരുന്നു, അത് ഇന്ന് 83 രൂപ 99 പൈസയായി മാറിയിട്ടുണ്ട്. ബിറ്റ് കോയിൻ 70,000 അടുക്കുന്നു. അതായത് ഇത് ഞാൻ ഇവിടെ പറയാൻ ഒരു എന്താ പറയുക, ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യാനല്ല. ഇത് ഗോൾഡിൻ്റെയും ക്രിപ്റ്റോയുടെയും പ്രൈസ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഓഹരി വിപണിയിൽ ഒരു വീഴ്ചയ്ക്ക് സാധ്യത കൂടുതലാണ്. ഇൻ്റർനാഷണൽ ലെവലിലാണ് ഞാൻ പറയുന്നത്, ഇന്ത്യൻ മാർക്കറ്റിലല്ല. അപ്പോൾ മൊത്തത്തിൽ ഓഹരി വിപണിയിൽ ഒരു മാന്ദ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇടിവ് വരുമ്പോഴാണ് മറ്റുള്ള ഭാഗത്തേക്ക് ഫണ്ട് മാറി അതൊക്കെ കയറിപ്പോവുക എന്നുള്ളത്. സോ നോക്കിയ എന്താ പറയുക, ഭാരതി എയർടെല്ലുമായിട്ട് ഒരു മൾട്ടി-ബില്യൺ പ്രൊജക്റ്റ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭാരതി എയർടെല്ലിൽ ഒരു മൊമെൻ്റം ഉണ്ടാവാൻ ഇത് സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ്. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് അവസാനിച്ചത്. യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിലാണ് അവസാനിച്ചിരിക്കുന്നത്. വീണിട്ടുമില്ല കയറിപ്പോയിട്ടുമില്ല എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. നിക്കി ജപ്പാൻ്റെ 185 പോയിൻറ്റ് റെഡിലാണ്. ഹാങ്സങ് 185 പോയിൻറ്റ് ഗ്രീനിലാണ്. ഷങ്കായ് കമ്പോസിറ്റ് 17 പോയിൻറ്റ്. അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് മാർക്കറ്റിൽ കാണുന്നത്. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 25,002. കാരണം നമ്മുടെ മാർക്കറ്റ് 25,000 താഴെയാണെങ്കിൽ അതിന് ശേഷം ട്രേഡിംഗ് നടന്നിട്ട് ഗിഫ്റ്റ് നിഫ്റ്റി 25,000 മുകളിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. ദെൻ ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 25,063 61 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും നമുക്കും കിട്ടുക. 24,950 റേഞ്ചിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഒരു 50-60 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിൽ 25,000 മുകളിൽ ഓപ്പൺ ആകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 25,024 അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്ന് 39 പോയിൻറ്റ് താഴെയാണ് ട്രേഡിംഗ് നടക്കുന്നത്. പക്ഷേ 25,000 മുകളിലാണ് എന്നൊരു പ്രത്യേകത ഇവിടെയുണ്ട്.
അപ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഇന്നത്തേക്ക് നോക്കുമ്പോൾ പച്ചയാണ്, മുകളിലോട്ടാണ് വന്നിട്ടുള്ളത്. 25,002 ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇപ്പോൾ 25,024 22 പോയിൻറ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായ സൂചന തന്നെയാണ്. ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഇവൻറ്റ്സ് ഒരുപാട് ഇവൻറ്റുകളുണ്ട്. അപ്പോൾ ജപ്പാൻ ബാലൻസ് ഓഫ് ട്രേഡ്, ജപ്പാൻ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട് ഡാറ്റ, ഇറ്റലി ബാലൻസ് ഓഫ് ട്രേഡ്, യൂറോ ഏരിയ ബാലൻസ് ഓഫ് ട്രേഡ്, യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഫൈനൽ, യൂറോ ഏരിയ ഡിപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ്, യൂറോ ഏരിയ ECB ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, USA റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത്, യൂറോ ഏരിയ ECB പ്രസ് കോൺഫറൻസ്, USA NHB ഹൗസിംഗ് മാർക്കറ്റ് ഇൻഡെക്സ്, USA മന്ത്ലി ബഡ്ജറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഇവൻറ്റുകളാണ്, ഡാറ്റകളാണ് ഇന്ന് പുറത്തു വരാനുള്ളത്. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ ഒരുപാടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 100-ലധികം കമ്പനികൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇൻഫോസിസ്, വിപ്രോ, നെസ്ലെ ഇന്ത്യ, LTI മൈൻട്രി, പോളിക്യാബ്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ജിന്ദാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ടാറ്റ കമ്മ്യൂണിക്കേഷൻ, ടാറ്റ കെമിക്കൽസ്, കരൂർ വൈശ്യ ബാങ്ക്, ടാൻല പ്ലാറ്റ്ഫോംസ്, ആക്സിസ് ബാങ്ക് നെറ്റ്വർക്ക്, പീപ്പിൾ സർവീസസ് ടെക്നോളജീസ്, ക്വിക്ക് ഹീൽ ടെക്നോളജീസ്, സ്റ്റീൽ എക്സ്ചേഞ്ച് ഇന്ത്യ, ഹാവൽസ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, സീറ്റ്, ജിയോജിറ്റ് ഫിനാൻഷ്യൽസ്, പഞ്ച് പൈസ ക്യാപിറ്റൽ. ഇത്രയൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നി ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. 100-ലധികം കമ്പനികൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്നത് ബന്ധൻ ബാങ്ക്, ടാറ്റ കെമിക്കൽസ്, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, സെയിൽ, GNFC, RBL ബാങ്ക്, ഗ്രാനുവൽസ്, PNB, ഹിന്ദ് കോപ്പർ, നാഷണൽ അലുമിനിയം, IDFC ഫസ്റ്റ് ബാങ്ക്, മണപ്പുറം, IEX, LTF. ഇത്രയും സ്റ്റോക്കുകളാണ് എന്താ പറയുക F&O ബാനിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഇന്ന് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സ്റ്റോക്ക് ട്രേഡിങ്ങുമായിട്ട് ഇതിന് നേരിട്ട് ബന്ധമില്ല. ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിപോലെ 1748 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1654 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 93 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്നലെ മാർക്കറ്റിലുണ്ടായത്. അത് മൊത്തത്തിൽ ഈ സെല്ലിംഗ് കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ കൂടി അത് കംപ്ലീറ്റ്ലി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഈ മന്ത്ലി പെർഫോമൻസ് ഗ്രീനിലേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മാസത്തിൽ 65,623 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 63,380 കോടിയുടെ ബൈയിങ്ങും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ 2,243 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇപ്പോഴും മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നും. ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഓപ്പൺ ആയത് 25,009-ലാണ്. 37 പോയിൻ്റ് നഷ്ടത്തിൽ 24,971 ക്ലോസ് ചെയ്തു. ദെൻ 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സിൽ നിഫ്റ്റിയിൽ 113 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടായത്. അതേസമയത്ത് ഈ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ 817 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റി നോർമൽ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല. വിർജിൻ CPR ആയിട്ടാണ് നിൽക്കുന്നത്. ഇന്ന് നാരോ CPR ആണ്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നാരോ CPR ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും തലേ ദിവസം ഈ ഇടയ്ക്കൊരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു കാര്യം. തലേ ദിവസം വിർജിൻ CPRഉം കറൻറ്റ് ഇന്നത്തേക്ക് നാരോ CPRഉം വരുന്നുണ്ടെങ്കിൽ നല്ല മൊമെൻറ്റം കിട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഒന്നുകിൽ എക്സ്ട്രീം നാരോ റേഞ്ചിൽ മാർക്കറ്റ് പോവും, അല്ലെങ്കിൽ നല്ല രീതിയിൽ വൊളാറ്റൈലായിട്ടുള്ള ഒരു മാർക്കറ്റായിരിക്കും. ഇന്ത്യ വിക്സ് 13.05-ലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു വിക്സ് ലെവലാണ് ഇപ്പം ഓപ്ഷൻ ബയേഴ്സിന് വേണ്ട രീതിയിലുള്ളൊരു വിക്സാണ് നിൽക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഒത്തിരി പേര് എന്നോട് മെസ്സേജിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അക്കൗണ്ട് ഹാൻഡ്ലിങ് ചെയ്യുന്നുണ്ടോ, അത് ചെയ്യുന്നുണ്ടോ, ഇത് ചെയ്യുന്നുണ്ടോ ഒക്കെ. അക്കൗണ്ട് ഹാൻഡ്ലിങ് 10 lakh ക്യാപിറ്റലുള്ള ഏതെങ്കിലും അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇയർലി ഒരു 30-40% ഗ്രോത്ത് റേറ്റിൽ അത് ഒരു റണ്ണിങ്ങിലുള്ള ഒരു ഗ്രോത്ത് റേറ്റ് അതാണ് 30-40% ഇയർലി. ആ ഒരു റേറ്റിലുള്ള ആ ഒരു പ്രോഫിറ്റ് റേഷ്യോയിൽ നിങ്ങളുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട രീതിയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ദെൻ അതുപോലെ നമ്മൾ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. കോപ്പി ട്രേഡിങ്ങിൽ ജോലിയുള്ളവർക്കും മറ്റുള്ളവർക്കൊക്കെ ആയിട്ട് കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. കറൻ്റ്ലി കഴിഞ്ഞ ആഴ്ച നമ്മൾ ലോസിലായിരുന്നു പോയത്, പക്ഷേ ഈ ആഴ്ച നമ്മൾ പ്രോഫിറ്റിലാണ്. സോ മന്ത് എൻഡ് ആകുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് ഇപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, നമുക്കറിയാൻ പറ്റും.
ദെൻ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു പ്രോഫിറ്റിൽ നമ്മൾ കയറി വരും എന്നത് ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് ഒരു ദിവസം നെഗറ്റീവ് ആണെങ്കിൽ പിറ്റേ ദിവസം പോസിറ്റീവ്, ആ രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്. വൺ സൈഡ് മൊമെൻറ്റം കിട്ടിത്തുടങ്ങിയാൽ നല്ല രസമായിരിക്കും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോപ്പി ട്രേഡിംഗ് ഒക്കെ പറക്കും എന്ന കാര്യത്തിലൊരു സംശയമില്ല. എന്തായാലും നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.55 ആണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഇടയിൽ എന്തായാലും അത് കൺക്ലൂഡ് ചെയ്യാം. അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ആർക്കെങ്കിലും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രയൽ എന്ന രീതിയിൽ ഒന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ വന്നിരിക്കുന്നത് 0.55 ആണ്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് 1,18,00,000 25,200 അത് വന്നിരിക്കുന്നത്. അതേപോലെ ഹയസ്റ്റ് പുട്ട് വന്നിരിക്കുന്നത് 25,000 74 ലക്ഷമാണ് അത് വന്നിരിക്കുന്നത്. എന്തായാലും ബാങ്ക് നിഫ്റ്റി ഇന്നലെ 89 പോയിൻറ്റിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കി. ഫിൻ നിഫ്റ്റിയിൽ 77 പോയിൻറ്റിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കി. സെൻസെക്സിൽ 145 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് ഇന്നലെ ഉണ്ടായത്. മിഡ് ക്യാപ്പിൽ ഒന്നും ആയില്ല, അതൊരു ഡോജി ക്രിയേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ഈവൻ ആയിട്ട് അവിടെ അവസാനിച്ചു എന്നുള്ളതാണ് സത്യം. ഇനി നമുക്ക് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ട്രേഡ് സെറ്റപ്പ് നോക്കുമ്പോൾ ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ മാർക്കറ്റിൽ വലിയ മൊമെൻ്റ് ഒന്നും യെസ്റ്റർഡേ ലോയിൽ ഓപ്പണായി, പിന്നീട് നോ ട്രേഡ് സോണിലേക്ക് പോയിട്ട് തിരിച്ച് നമ്മൾ പ്രതീക്ഷിച്ച ഡേ ലോയിലേക്ക് 24,892 പ്രതീക്ഷിച്ചത്. പക്ഷേ 916 അതിൻ്റെ താഴേക്ക് വന്നു. 908 വരെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോവുകയാണ് ചെയ്തത്. വലിയൊരു മൊമെൻ്റ് ഒന്നും കിട്ടിയില്ല, എന്നാലും അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് മറ്റുള്ളവർ. നിങ്ങളിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും വെറുതെ നിങ്ങളുടെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കുകയാണെങ്കിൽ എനിക്കൊരു സർവേ പോലെ അതിന് കൃത്യമായ ഓരോരുത്തർക്കും എന്താണ് സംഭവിക്കുക. ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർ മാത്രമാണ് കേട്ടോ, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ ഒന്നും വേണ്ട. ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന എസ്പെഷ്യലി ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് ഓർ ലോസ് എനിക്ക് ഞാനുമായിട്ട് വാട്സപ്പിലൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു കറക്റ്റായൊരു ചിത്രം കിട്ടും. എന്നാലും കുറേ പേര് എനിക്ക് ഡെയിലി ഇങ്ങനെ അയച്ചു തരാറുണ്ട്. ഈ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കണ്ട ആൾക്കാരാണ് കേട്ടോ. സോ ഇവിടെ ഇപ്പോൾ ഇന്നലെ കാര്യമായൊരു മൊമെൻറ്റം കിട്ടിയില്ല. ഇന്നത്തെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നോ ട്രേഡ് സോണും എന്താ പറയുക CPR തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നിങ്ങളുണ്ടോ. ഇവിടെ ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് തരും എന്നാണ്. നെഗറ്റീവ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ ഒരു കിടിലൻ അപ്പ് മൂവ്മെൻറ്റ് തരും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ടെക്നിക്കലാണ്, ന്യൂസിൻ്റെ ബേസിലാണ് മാർക്കറ്റ് പോകുന്നത്. സോ 25.08 മുതൽ 24,981 വരെയുള്ള ഒരു 27 പോയിൻറ്റിൻ്റെ നോ ട്രേഡ് സോണാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ട്രേഡ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദെൻ ഒരു മാർക്കറ്റ് ഒരു ഹയർ സൈഡിലേക്ക് മൂവ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് വരാനുള്ളത് യെസ്റ്റർഡേ ഹൈയിലാണ്. ഇതാ ഈ ഒരു ലെവല് 25.097 25.93 ഒരു 4 പോയിൻറ്റിൻ്റെ സൂപ്പർ നാരോ സോണാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് നല്ല റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും, അതായത് 25,100 എന്ന ലെവലിൽ. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് വരുമ്പോൾ ഒന്നുമില്ല, അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇത് ബ്രേക്ക് ചെയ്യുന്നവരെയും കാത്തു നിൽക്കുക. ഇൻ കേസ് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് 25,138. ദെൻ ഡേ ലോ പ്രതീക്ഷിക്കുന്നത് 24,804 രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടും. ഒന്നുകിൽ ഡേ ഹൈ കിട്ടും അല്ലെങ്കിൽ ഡേ ലോ കിട്ടും. 25,804 അല്ലെങ്കിൽ 25,138 ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും, എല്ലാ ദിവസവും കിട്ടാറുണ്ട്. ദെൻ ഒരു റെയർ കേസ് സിനാരിയോയിൽ മാർക്കറ്റ് ഇന്ന് 25,276 വരെ പോയേക്കാം. 276 ലെവലിൽ അല്ലെങ്കിൽ 200ൻ്റെ മുകളിലാണ് ക്ലോസിംഗ് എങ്കിൽ നാളെ മുതൽ മാർക്കറ്റ് ഒരു അപ്വേർഡ് മൂവ്മെൻ്റ് ആയിരിക്കും തരുന്നത്. ഇനി അതല്ല താഴോട്ടാണ് പോകുന്നതെങ്കിൽ പിന്നെയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. 24,700 ഇന്നത്തെ ഡേ ലോ, റെയർ കേസ് സിനാരിയോയിൽ ഡേ ലോ ഇവിടെ വരെ വന്നേക്കാം. 24,715 ഈ ലെവലിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നാളെ മുതൽ മാർക്കറ്റ് ബെയറിഷ് മോഡായിരിക്കും. അത് എന്താ പറയുക, നല്ല രീതിയിൽ ഒരു ഇടിവ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. കാരണം 25,000 ആ ലെവൽ പൊട്ടിയിട്ട് താഴെ പോവുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഇടിയും. എല്ലാവർക്കും അതോടുകൂടി ഒരു പേടി വരും. ഇൻവെസ്റ്റേഴ്സിനൊക്കെ അവരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിക്കാൻ തുടങ്ങും. മാർക്കറ്റ് ഫർദർ വീഴാൻ പോകുന്നതിന് ഒരു തള്ളു വെച്ച് കൊടുക്കുന്ന പോലെയുള്ള ഒരു സംഭവമായിരിക്കും അപ്പോൾ ഉണ്ടാവുക. സോ അതിന് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻ കേസ് മാർക്കറ്റ് താഴോട്ട് പോകുകയാണെങ്കിൽ യെസ്റ്റർഡേ ലോയിൽ ഒരു നല്ല സപ്പോർട്ട് കിട്ടും. 24,894 എന്ന 14 പോയിൻറ്റിൻ്റെ ഈ ഒരു സോണിൽ മാർക്കറ്റ് നല്ല സപ്പോർട്ട് കിട്ടും. അപ്പോൾ 3 ലെവൽസാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ഈ നോ ട്രേഡ് സോണിനെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഫ്രഷ് എൻട്രീസ് ഇതിൻ്റെ മുകളിലോ താഴെ എടുക്കുക.
ദെൻ ഹയസ്റ്റ് റെസിസ്റ്റൻസ് വരാനുള്ളത് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിലാണ് ഞാൻ പറയുന്നത്. ഹയസ്റ്റ് റെസിസ്റ്റൻസ് വരാനുള്ളത് 24,100 ലെവലിലാണ്. അതുപോലെ നല്ല സൂപ്പർ സപ്പോർട്ട് കിട്ടാൻ പോകുന്നത് 24,908 സോ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ അവിടെ നിന്ന് 100 പോയിൻറ്റ് താഴോട്ട് പോയിട്ട് തിരിച്ച് മുകളിലോട്ട് കയറി വരും. അല്ലെങ്കിൽ മുകളിലോട്ടാണ് പോകുന്നത്, ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മുകളിലോട്ട് പോയാൽ 100 പോയിൻറ്റ് കയറിയിട്ട് പിന്നീട് കൺസോളിഡേഷൻ ഉണ്ടാവും. അത് അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നുള്ളത്, ആ 100 പോയിൻറ്റ് താഴോട്ടോ മുകളിലോട്ടോ രാവിലത്തെ ഒരു മൂവ്മെൻറ്റും കഴിഞ്ഞാൽ എങ്ങോട്ട് എന്നുള്ളതാണ് പിന്നീട് നോക്കേണ്ട കാര്യം. സോ സേഫായിട്ട് ട്രേഡ് ചെയ്യുക, ക്യാപിറ്റൽ ലോസ് ലിമിറ്റഡ് ആക്കുക. ലോസ് ഉണ്ടാവും ട്രേഡിങ്ങിൽ, ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. പക്ഷേ ലോസ് ആകുമ്പോൾ ലിമിറ്റഡ് ആക്കുക. അതേപോലെ പ്രോഫിറ്റ് വരുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുക. അതേപോലെ നിങ്ങൾക്ക് ഒരു ദിവസം 3%-ൻ്റെയൊക്കെ മുകളിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് പിന്നെ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും. 5%, 10% കിട്ടിയിട്ട് ആരും സ്റ്റോപ്പ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ വലിയ അബദ്ധമാണ്. കാരണം 10% പ്രോഫിറ്റ് കിട്ടി എന്നിട്ടും ട്രേഡ് ചെയ്ത അവസാനം അത് 10% നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന അവസ്ഥകളുണ്ടാവും. മാർക്കറ്റാണ്, ആർക്കും മുൻകൂട്ടി എനിക്ക് പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ സ്മാർട്ടായിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ സേഫായിട്ട് ട്രേഡ് ചെയ്യുക, നല്ല ലാഭങ്ങൾ ഉണ്ടാവട്ടെ. ആർക്കെങ്കിലും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക, ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതേസമയത്ത് ട്രേഡ് ചെയ്യാൻ സമയമില്ല എന്നൊരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ട്രേഡ് നടക്കുന്നതായിരിക്കും. ദെൻ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഡീറ്റെയിൽസിന് എൻ്റെ വാട്സപ്പിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഓൾറൈറ്റ്, അപ്പോൾ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുതിയ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.